സാധാരണ അത്താഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാടുകളിൽ കാണുന്ന ഒരു സ്വാഭാവികമായ രീതിയാണ് എന്ത് കാരണം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങുന്ന രീതി. ഇത് പൊതുവെ അക്യുപഞ്ചറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ ഇപ്പം ഈ രീതിയിൽ കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? നോമ്പിനും നോമ്പല്ലാത്തപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് 5 to 7 ഇതിൽ അക്യുപങ്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ലാർജ് ഇൻഡസ്ട്രീൻ്റെ പീക്ക് എനർജി ടൈമാണ്. എന്ന് പറഞ്ഞാൽ വൻകുടൽ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാൽ ശോധന ഒക്കെ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളെ പുറന്തള്ളേണ്ട സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, പൈൽസ് പോലെയുള്ള, അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ, ഇങ്ങനെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോമ്പിനും ഇത് ബാധകമാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നേരെ മറിച്ച് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത്താഴം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നത് നോക്കിയിരിക്കണം. കാരണം ഉറങ്ങാൻ വേണ്ടി സുബഹി നിസ്കരിച്ച ഉടനെ എന്ത് ചെയ്യാണ്, ഉറങ്ങാണ്. ഇപ്പോൾ നോമ്പിൻ്റെ പ്രഭാത സമയങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി വീട്ടിൽ ചെന്ന പോലെയാണ്. എല്ലാവരും മൂടി പുതച്ച് വാതിലൊക്കെ കുറ്റിയിട്ട് നല്ല ഉറക്കത്തിലാണ്. എന്നാൽ മതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. കാരണം പ്രഭാത സമയത്തിലെ ഉറക്കം അത് സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകളെ വിളിച്ചുണർത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉറങ്ങുന്നത് അവർ ബർക്കത്തില്ലാതാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും, ആരോഗ്യശാസ്ത്രം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാലും, മതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ആ സമയത്ത് ഉറക്കം തെറ്റായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ആ സമയത്ത് ഉറങ്ങുന്ന ആളുകൾക്ക് ക്ഷീണം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ നോമ്പിന് നമ്മൾ അത്താഴം കഴിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതും എല്ലാം, ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് നോമ്പിൻ്റെ പകലിലെ ക്ഷീണം കുറക്കാനാണ്. എന്നാൽ നോമ്പിൻ്റെ പകലിലെ ക്ഷീണം കൂട്ടുന്നതാണ് അത്താഴത്തിൻ്റെ ഉടനെയുള്ള ഉറക്കം. പക്ഷെ നമ്മൾ സാധാരണ നമ്മളെല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും പറയാറുള്ളത് രാത്രി നേരത്തെ ഉറങ്ങണം എന്നാണ്. എല്ലാ സമയത്തും രാത്രി നേരത്തെ കിടക്കണം. അതെ. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ ഈ റമദാൻ മാസങ്ങളാകുമ്പോൾ സാധാരണ ഇഷാക്ക് ശേഷം തറാവീഹ് ഉണ്ട്. പല മസ്ജിദുകളിലും തറാവീഹ് കഴിയുമ്പോൾ ഒരുപാട് സമയമെടുക്കും. 10 മണി അല്ലെങ്കിൽ ഒരു 9:30-10 മണിക്ക് ശേഷമാവും. ചിലപ്പോൾ 11 ആവാം, 12 ആവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ആ ഒരു മാസങ്ങളിൽ ഉറക്കം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ രാത്രി ഉറക്കം ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ലേറ്റായിട്ട് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ രാവിലെ അങ്ങനെ അതിന് ബദലായിട്ട് രാവിലെ ഈ സമയങ്ങൾ കിടക്കാൻ കഴിയും. അങ്ങനെ ഏത് രാത്രി ഉറക്കം ഒഴിവാക്കിയാലും രാത്രി ഉറക്കം ഒഴിവാക്കിയില്ലെങ്കിലും ഈ സമയം ഉറക്കുന്ന പറ്റുന്ന സമയമല്ല. ഇത് റമദാനിലും അല്ലാത്തപ്പോഴും. ഇപ്പോൾ റമദാൻ അല്ലാത്ത സമയത്ത് ഒരാൾ എന്തെങ്കിലും കാരണത്താൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചു, ഇതിൻ്റെ ഫലമായിട്ട് രാത്രി ഉറക്കം ഒഴിവായി. എന്നാൽ അയാൾക്ക് സുബഹിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആരോഗ്യശാസ്ത്രം അനുസരിച്ച് നല്ലതല്ല. അതേപോലെ തന്നെ നോമ്പിന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ നോമ്പിന് ഇഷാ ജമാഅത്ത് കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് പിന്നെ മറ്റ് ഖിറാഅത്തോ മറ്റ് ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും നേരം വൈകുന്നുണ്ട് സ്വാഭാവികമായിട്ടും. ചില ആളുകൾ നേരത്തെ എണീക്കുന്നവരുണ്ടാവും. വളരെ നേരത്തെ നേരത്തെ ഒരു 3 മണി അല്ലെങ്കിൽ 2:30, അതായത് അത്താഴത്തിന് വേണ്ടി 2:30-3 മണിക്ക് എണീക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സുബഹിൻ്റെ ശേഷം ഉറങ്ങുക എന്നുള്ളത് ശരിയല്ല. അതിന് പകരം ഉറങ്ങാൻ പറ്റുന്ന സമയമുണ്ട്. രാത്രി ഉറക്കം ഒഴിവാക്കി ആരാധനകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇസ്ലാം തന്നെ പറയുന്ന ഒരു സമയമുണ്ട് ഉറങ്ങുന്നതിന്. അതായത് ളുഹറിന് മുമ്പ് ഹൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് ഉറങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്, അതായത് വ്യാപകമായിട്ട് നമ്മളുടെ നാടുകളിൽ കണ്ടുവരുന്ന റമദാനുമായി ബന്ധപ്പെട്ട ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതിലെല്ലാവരുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ വരെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ശരീരത്തിന് ദോഷം ചെയ്യും. റമദാൻ കൊണ്ട് ലഭിക്കേണ്ട ആത്മീയ വിശുദ്ധിയും ഇനി റമദാൻ കൊണ്ട് ലഭിക്കേണ്ട ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളും ആ ഉറക്കം നഷ്ടപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, രാത്രി ഉറക്കം ഒഴിവാക്കുന്ന ആളുകൾക്ക് ഉറങ്ങേണ്ട സമയം ഉച്ചയ്ക്ക് മുമ്പായിട്ട്, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്. അക്യുപഞ്ചർ പോലെയുള്ള സയൻസിൽ കൃത്യമായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഹാർട്ടിൻ്റെ പീക്ക് ടൈമാണ്. അതായത് 11 മുതൽ 1 മണി വരെയാണ് ഹാർട്ടിൻ്റെ പീക്ക് ടൈം പറയുന്നത്. അതായത് ഓരോ അവയവത്തിനും അതിൻ്റെ പീക്ക് എനർജി ടൈം പറയുന്നുണ്ട് പാരമ്പര്യ ചികിത്സാ ശാസ്ത്രങ്ങളിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് ഈ സമയത്ത് ആൾ മൗനിയായിട്ടിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻ്റ്, മറ്റ് രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ 11 മുതൽ ഉള്ള സമയം കൂടുതൽ ശബ്ദമിടാനോ കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനോ പാടില്ല എന്നുള്ളതാണ്. ആ സമയത്ത് വിശ്രമത്തിൻ്റെ സമയമാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇനി രോഗമില്ലാത്ത ആളുകൾക്കും രാത്രി ഉറക്കം ഒഴിവാക്കുന്ന ആളുകൾക്കും നോമ്പിന് ഉറങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത്
ലുഹറിൻ്റെ മുമ്പുള്ള സമയമാണ്. അപ്പോൾ ലുഹർ നിസ്കരിക്കാൻ ആകുന്നതിന് മുമ്പ് കുറഞ്ഞ സമയം എന്ത് ചെയ്യാം, അവർക്ക് ഉറങ്ങാം.